നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരു നാടകത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? എന്നാൽ ഒരു കുഞ്ഞിൻ്റെ മാമോദീസ ഒരു കമ്മ്യൂണിസ്റ്റിനെ വിശ്വാസിയാക്കി മാറ്റി എന്നതിനെക്കുറിച്ച് അധികമാരും കേട്ട് കാണില്ല. വിയറ്റ്നാമിലെ ക്യുവാങ് ബിൻ പ്രൊവിൻസിലെ ഒരു നഴ്സായിരുന്നു ഡൗ കിയു ജിയാങ്. ഒരു നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമായിരുന്നു ഇവർ. അങ്ങനെയിരിക്കെയായിരുന്നു ജിയാങ്ങിൻ്റെ പരിചരണത്തിലുള്ള രോഗികളിൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു 5 വയസ്സുകാരൻ്റെ അമ്മയായ ലൂസിയ വു തൻ നാൻ ജിയാങ്ങിനോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നത്. തൻ്റെ കുഞ്ഞിനെ മാമോദീസ നൽകാൻ സമ്മതം ചോദിക്കുകയായിരുന്നു ആ അമ്മ. ഒരു കമ്മ്യൂണിസ്റ്റുകാരിയും നിരീശ്വരവാദിയുമായതുകൊണ്ട് ജിയാങ് അതിന് വിസമ്മതിച്ചു. ഇതെല്ലാം അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് അവർ അന്ന് കരുതിയിരുന്നു. പക്ഷേ ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ പാടുപെടുന്ന ആ കുഞ്ഞിനെയും അവനെ പരിചരിക്കുന്ന ആ അമ്മയുടെയും അവസ്ഥയെക്കുറിച്ച് പിന്നീട് ചിന്തിച്ചപ്പോൾ അവരുടെ ആവശ്യം സാധ്യമാക്കാൻ ജിയാങ് അവരോടൊപ്പം നിന്നു. നഴ്സിംഗ് സൂപ്പർവൈസർ ഇത് കയ്യോടെ പിടികൂടുകയും ജോലി സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതിന് ജിയാങ്ങിനെ ആശുപത്രി മാനേജ്മെൻറ്റ് ലാവോസിൻ്റെ അതിർത്തിക്കടുത്തുള്ള ഒരു ഉൾപ്രദേശത്തുള്ള ഡിസ്പെൻസറിയിലേക്ക് സ്ഥലം മാറ്റി. 100 കിലോമീറ്റർ ഇരുചക്ര വാഹനമോടിച്ച് ജോലി ചെയ്യേണ്ട ദുഷ്കരമായ സാഹചര്യങ്ങളിലൂടെയായിരുന്നു ജിയാങ് ആ സമയങ്ങളിൽ കടന്നുപോയത്. പലതവണ മലേറിയ പിടിപെടുകയും ചെയ്തു. ഇനി മുമ്പോട്ട് പോയാൽ ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാവുമെന്ന ചിന്ത നഴ്സിംഗ് ജോലി ഉപേക്ഷിക്കാൻ കാരണമായി. പിന്നീട് അവിടെയുള്ള ഒരു ലോണ്ടറി സർവീസിൽ ജോലി ചെയ്തെങ്കിലും ശമ്പളം കൃത്യമായി ലഭിക്കാതെ വന്നതോടെ അതും ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയിരിക്കെയായിരുന്നു വളരെ യാദൃശ്ചികമായി ഒരു വിവാഹത്തിൽ പങ്കെടുക്കവേ അന്ന് ആശുപത്രിയിൽ വെച്ച് താൻ ജ്ഞാനസ്നാനം നൽകാൻ സഹായിച്ച കുടുംബത്തെ കണ്ടുമുട്ടുന്നത്. അവർ കാരണമാണ് ജിയാങ്ങിന് ഈ അവസ്ഥ വന്നതെന്ന ചിന്തയും അവളുടെ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്ത് അവർ ജിയാങ്ങിനെ സഹായിച്ചു. ജിയാങ്ങിന് ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന കട സ്ഥാപിക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായവും ആ കുടുംബം നൽകി. ഈ കണ്ടുമുട്ടൽ ഒരുപാട് നന്മകൾക്ക് പിന്നീട് കാരണമായി. ആ കുഞ്ഞിൻ്റെ അമ്മയായ ലൂസിയയും ജിയാങ്ങും ഉറ്റ സുഹൃത്തുക്കളായി മാറി. ഒരു കത്തോലിക്ക വിശ്വാസിയായ ലൂസിയയുടെ ജീവിത രീതികൾ നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ജിയാങ്ങിനെ ആകർഷിച്ചു. അതുകൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് അവർ ലൂസിയയോട് കൂടുതൽ ചോദിച്ചറിയാൻ ആരംഭിച്ചു. കത്തോലിക്ക മൂല്യങ്ങളുള്ള സിനിമകൾ കാണാൻ ആരംഭിച്ചു. അവൾ വളരെ ഗൗരവത്തോടെ മതബോധന ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും കുറച്ച് സന്യാസിനിമാർ നയിക്കുന്ന ഒരു വിശ്വാസാധിഷ്ഠിത കോഴ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. ആ പഠനങ്ങൾ തൻ്റെ മുമ്പുണ്ടായിരുന്ന വിശ്വാസങ്ങൾ തെറ്റായിരുന്നുവെന്നും യേശുവാണ് സത്യദൈവമെന്നും അവൾ തിരിച്ചറിഞ്ഞു. കോംലോ ഇടവക ദേവാലയത്തിൽ ഈസ്റ്റർ ദിനത്തിലെ തിരുക്കർമ്മങ്ങളിൽ വെച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ച് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനുള്ള തയ്യാറെടുപ്പിലാണ് ജിയാങ്. കുടുംബത്തിൻ്റെ സഹകരണം ഇല്ലാത്തതിനാൽ ലൂസിയയാവും ജിയാങ്ങിൻ്റെ തലതൊട്ടപ്പനാവുക. ഒരു കമ്മ്യൂണിസ്റ്റും നിരീശ്വരവാദിയുമായിരുന്ന യുവതി മാമോദീസ സ്വീകരിക്കാൻ കാരണമായതും ഒരു കുഞ്ഞിൻ്റെ മാമോദീസയായിരുന്നു എന്ന് പറയുന്നതാവും കൂടുതൽ ഉചിതം.